ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം. ഐ ആം ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡിവൈൻ പവർ. ഞാൻ മഹാഭാവിയല്ല, ഞാൻ ഭാവിയല്ല, എനിക്ക് ആ പാപഭാരം ഏറ്റെടുക്കാനും സാധ്യമല്ല. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര, അമരത്വത്തിന്റെ പുത്രനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അഹം ബ്രഹ്മാസ്മി, നീയും അത് തന്നെ, തത്വമസി, നീയും അത് തന്നെ. അയം ആത്മാ ബ്രഹ്മ, എന്നിലും നിന്നിലും സർവചരാചരങ്ങളിലുമുള്ള ജീവാത്മാവാണ് പരമമായ ഈശ്വരൻ. 4 മഹാവാക്യങ്ങൾ. ഋഗ്വേദത്തിന്റേത് പ്രജ്ഞാനം ബ്രഹ്മ, യജുർവേദത്തിന്റേത് അഹം ബ്രഹ്മാസ്മി, സാമവേദത്തിന്റേത് തത്വമസി, അഥർവവേദത്തിന്റേത് അയം ആത്മാ ബ്രഹ്മ. ഇതിനെ എല്ലാത്തിനെയും കൂടി അരച്ച് കലക്കിക്കൊണ്ട് ഭാരതീയ സംസ്കാരത്തിന്റെ ഈശ്വര ചൈതന്യത്തിന്റെ ഡെഫനിഷൻ ഉണ്ട്. മനോരമീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായ നിശിതോസ്യ ജന്തോ. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും, അണോരണീയാൻ അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും, മഹതോ മഹീയാൻ മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും, ആത്മാ ഗുഹായ നിശിതോസ്യ ജന്തോ, ജീവാത്മാവിന്റെ രൂപത്തിൽ സർവജീവജാലങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ഭാരതീയരുടെ, ഹിന്ദുവിന്റെ അല്ല, ഭാരതത്തിലെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും ലെഫ്റ്റിസ്റ്റിന്റെയും റൈറ്റിസ്റ്റിന്റെയും, തെറ്റായ ഒരു വാക്ക് മിഡിൽ ഈസ്റ്റിന്റെയും എല്ലാവരുടെയും ഈശ്വരനാണ്. അതിനപ്പുറം ഒരു ഈശ്വരനെന്ന് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഹിന്ദുക്കളെ ഭാരതീയർ പറഞ്ഞിട്ടില്ല സ്വർഗത്തിലേക്ക് പോകുന്നു. സുഗതി എത്ര ഭവതി തത്രയേവ സ്വർഗ. ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിന് തടസ്സങ്ങളില്ലാതെ വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്വർഗം. ജീവിതത്തില് മുമ്പോട്ടുള്ള പ്രയാണത്തിന് തടസ്സങ്ങളില്ലാതെ വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്വർഗം എന്ന് പറയുന്നത്. ഭാരതീയ സംസ്കൃതിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും പറഞ്ഞത് കൂടാതെ എല്ലാ നെഗറ്റീവിനെയും പോസിറ്റീവാക്കി മാറ്റിയ ഒരു സംസ്കാരം. ഇവിടെ പറയാറില്ലേ മാതൃഭൂമി, ക്ലാസിഫൈഡ്, എല്ലാം പോസിറ്റീവ്. ഇവിടെയും അത് തന്നെ, എല്ലാം പോസിറ്റീവാക്കി മാറ്റിയ ഒരു സംസ്കാരം. ആലോചിച്ചു നോക്ക, മന്ദര അവര് കൈകേയിയോട് ഭർത്താവിനെ ഉപദേശിക്കാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നെഗറ്റീവാണ് മന്ദര ക്യാരക്ടർ. കൈകേയി പറഞ്ഞു രാമനെ 14 വർഷം നാട്ടിലേക്ക് അയക്കണം. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അടുത്ത ദിവസം രാമൻ യുവരാജാവായ അഭിഷിക്തനാകും. 1 വർഷം കഴിയുമ്പോൾ രാമന്റെ മന്ത്രിസഭയുടെ 1ാം വാർഷികം, 5 വർഷം കഴിയുമ്പോൾ 5ാം വാർഷികം, 10 വർഷം കഴിയുമ്പോൾ 10ാം വാർഷികം, പിന്നെ സിൽവർ ജൂബിലി 25ാം വാർഷികം, പിന്നെ ഗോൾഡൻ ജൂബിലി 50ാം വാർഷികം. ശ്രീരാമന് ഏതാണ്ട് 85 വയസ്സായിട്ടുണ്ടാവും. അപ്പൊ മാതൃഭൂമി പേപ്പറിന്റെ 8ാമത്തെ പേജില് വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ശ്രീരാമൻ ഇഹലോകവാസം പിടിഞ്ഞു. രാമായണം എത്രയുണ്ടാവും? ഇപ്പൊ 25,000 ശ്ലോകമുണ്ട്, 24,000 ചിട്ടം ശ്ലോകങ്ങള്. അങ്ങനെയാണ് സംഭവിച്ചിരുന്നതെങ്കിൽ രാമായണം എത്രയുണ്ടാവും? ഇന്ന് മന്ദരയില്ല, കൈകേയില്ല, രാമനില്ല, ദശരഥനില്ല, ലക്ഷ്മണനില്ല, ഭരതനില്ല, പക്ഷെ രാമായണം ഉണ്ടാവും. ആ രാമായണം ഇന്നുകൊണ്ട് ആ നെഗറ്റീവിനെ പോസിറ്റീവാക്കി ശകുനി കള്ളച്ചൂത് കളിച്ചില്ലായിരുന്നെങ്കിൽ ധർമ്മപുത്രാദികൾ ജയിക്കുമായിരുന്നു. ജയിച്ചാൽ ധർമ്മപുത്രന്റെ മന്ത്രിസഭയുടെ 1ാം വാർഷികം, 5ാം വാർഷികം, 10ാം വാർഷികം. ഈ 1,25,000 ശ്ലോകങ്ങൾ ഭഗവത്ഗീതയും ഇത്രയും ഗീതകൾ ഒന്നുണ്ടായിരുന്നു. അവിടെയും ആ ശകുനിയുടെ നെഗറ്റീവ് പോസിറ്റീവാക്കി. ഭാഗവതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലരെങ്കിലും. മിക്കവാറും ഭാഗവത വായന സമയത്ത് നിങ്ങൾ അകറ്റി പോകുന്ന 12 മണിക്ക് 1:30 കിടക്കാമെന്ന് അറിയാം. എന്നാലും ആ ഭാഗവതം എന്ന ഗ്രന്ഥം ഉണ്ടായത് എങ്ങനെയാ? ശമീക മഹർഷിയുടെ കഴുത്തില് അറിയാതെ പരീക്ഷിച്ചു കൊണ്ടുപോയിട്ട് ചത്തപാമ്പിനെ ഇട്ടു. അങ്ങനെ ചത്തപാമ്പിനെ ഇട്ടില്ലായിരുന്നെങ്കിൽ ഭാഗവതം എന്ന ഗ്രന്ഥമില്ല. മാസിന് ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞ വർഷം അതിഗംഭീരമായിട്ട് രത്നങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കര് ശബരിമലയിൽ ദേവപ്രശ്നം വെച്ചതുകൊണ്ടാണ് 3.7 കോടി ജനങ്ങൾ വന്നത്. അതിന്റെ മുമ്പിൽ അത്ര പേര് വരുന്നില്ല. അപ്പൊ അവിടെ ചെന്ന് ദേവപ്രശ്നം വെച്ച് കൊളാക്കിയതിന്റെ പരിണതഫലം ഏത് നെഗറ്റീവിനെയും പോസിറ്റീവാക്കാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. മാക്സ് മുള്ളർ 1832 മെക്കോളയുമായിട്ട് ചർച്ച ചെയ്യും, ഓളനും അതുപോലെ തന്നെ മോണിയർ വില്യംസും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഭാരതത്തിലെ വേദങ്ങളെയും ഗ്രന്ഥങ്ങളെയും മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് അവരുടെ റൂട്ട് എന്താണെന്ന് കാണിച്ചു കൊടുത്ത് മൊത്തം ഭാരതത്തിന്റെ വേദങ്ങളെ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ ഗ്രന്ഥങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ ഗ്രന്ഥങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തു.
30 വർഷം കൊണ്ട് ഭാരതീയ സംസ്കൃതി വൈപ്പ് ഔട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് വാക്കുകൊടുത്തു ഡോക്ടർ മാക്സ് മുള്ളർ. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന് മോക്ഷമുള്ളവർ എന്ന് പറഞ്ഞു. പറയും ഇവിടത്തേക്ക് തിരിച്ചു തന്നെ വരാം. ആ മാക്സ് മുള്ളർ അവസാനം കരഞ്ഞുകൊണ്ട് കേംബ്രിഡ്ജിൽ പറഞ്ഞു, ഐ ഹാവ് നെവർ യൂസ്ഡ് ദ വേർഡ് ആര്യൻ ആസ് എ റേസ്. ഐ നെവർ വാണ്ടഡ് ടു ടെൽ ദാറ്റ് Aryans were a race. There's nothing like Aryan invasion took place in India. It's all humbug, nonsense. I feel sad that I misinterpreted the Vedas and other literature. I do not know what is going to happen in that country, but I'm sure that in that country that can withstand all the negative. ആ വേദത്തിനെയും അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷും ഉപയോഗിച്ച ഇവിടെ നിന്ന് സ്വാമി വിവേകാനന്ദനും ചിന്മയാനന്ദനും എല്ലാവരും അമേരിക്കയിൽ ചെന്ന് ഇവിടുത്തെ അറിവുകള് അവിടെ പറഞ്ഞു കൊടുത്തു. അപ്പോഴും നാട് തളർന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ശുദ്ധ നോൺസെൻസ് ആണെന്ന് ചിലർ പറയാറുണ്ട്. ഇല്ല, ഈ നാട്ടിൽ മാത്രമേ അത് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉപയോഗിച്ച് ദ ബുക്ക് ഓഫ് ദ ഓറിയന്റൽസ് 47 വോളിയം ലോക ജനതയുടെ മുമ്പിൽ ഭാരതത്തെ മനസ്സിലാക്കിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. ഇതാണ് സംസ്കാരം. നമ്മൾ പറയാറുണ്ട് 16 സംസ്കാരങ്ങളുണ്ട്, ഷോഡശ സംസ്കാരങ്ങൾ. ഭൂമിയിൽ ജനിച്ചു വീഴുന്ന മനുഷ്യൻ 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില് ഒരു ജന്തുവാണ്. ഒരു ജന്തു 2 കാര്യം മാത്രം അറിയാം. ഒന്ന്, 2 കാലിൽ സ്പീഡായിട്ട് നടക്കാനറിയാം, 2 തരത്തിൽ ചിരിക്കാനറിയാം. ഇന്ന് പാരവെച്ചും 2 പ്രശ്നത്തോടു കൂടിയ അങ്ങനെയുള്ള ഒരു വ്യത്യാസമുള്ള ആ മനുഷ്യനെ ജീവജാലങ്ങളിൽ ഒന്നായ ജന്തുക്കളിൽ ഒന്നായ മനുഷ്യനെ 16 സംസ്കാരങ്ങളിലൂടെ, ഷോഡശ സംസ്കാരങ്ങളിലൂടെ ഗർഭാധാനം, വംശവനം, അതുപോലെ തന്നെ സീമന്തം, ജാതകർമ്മം, അന്നപ്രാശനം, നാമകരണം, നിഷ്ക്രമണം, ഓരോന്നും ചെയ്ത് അവനെ സംസ്കാര സമ്പന്നനാക്കി മാറ്റാം. അത് ഈ നാട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷില് 16 സാക്രമെന്റ്സ് എന്ന് പറയാറുണ്ട്. അതാണ് ഭാരതത്തിന്റെ സംസ്കാരം. നമ്മുടെ സംസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ സ്ത്രീകളോടും മാന്യമായിട്ട് പെരുമാറുക. മാതൃവത് പരദാരേഷു നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം. അതുകൊണ്ട് വിവേകാനന്ദനോട് ചോദിച്ചു അത്രേ, ഇന്ത്യൻ സംസ്കാരവും പാശ്ചാത്യ സംസ്കാരവും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. വിവേകാനന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻ യുവർ കൺട്രി എക്സെപ്റ്റ് യുവർ മദർ ഓൾ വിമൻ ആർ ദ വൈഫ്സ്. ഇൻ അവർ കൺട്രി എക്സെപ്റ്റ് അവർ വൈഫ് ഓൾ വിമൻ ആർ ലൈക്ക് അവർ മദർ. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ ആത്മവിശ്വാസത്തോട് വിചാരിക്കുന്നു. അതായത് നിങ്ങളുടെ രാജ്യത്തില് നിങ്ങളുടെ അമ്മയൊഴികെ ബാക്കി എല്ലാവരും നിങ്ങൾക്ക് ഭാര്യമാരാണ്. ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ ഭാര്യയൊഴികെ ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് അമ്മമാരാണ്. മാതൃവത് പരദാരീഷു. ഇത് സംസ്കാരത്തിന്റെ വീക്ഷണമാണ്. അതിഥി ദേവോ ഭവ. തിഥി പറയാതെ വീട്ടിലേക്ക് വരുന്ന ആളെ പറയുന്ന പേരാണ് അതിഥി. ഗസ്റ്റ് എന്ന വാക്കല്ല അതിഥിക്ക്. അത് തെറ്റായിട്ടുള്ള ഇംഗ്ലീഷാണ്. ഗസ്റ്റ് എന്ന വാക്കിന്റെ ഈക്വലന്റ് അല്ല അതിഥി. അതിഥി എന്ന് പറഞ്ഞാൽ തിഥി പറയാതെ വീട്ടിലേക്ക് കയറി വരുന്ന ആള്, ആളൊക്കെ സഡൻ വീട്ടിലേക്ക് കയറി വരുന്ന ആളാണ് അതിഥി. അവൻ ഈശ്വര തുല്യനാണ്. ആചാര്യ ദേവോ ഭവ. ലോകത്തിന് അറിവ് നൽകാൻ കപ്പാസിറ്റിയുള്ള വ്യക്തി ഈശ്വര തുല്യൻ. ആരാണ് ആചാര്യൻ? ആചിനോദിച്ച ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതേ സുധി സ്വയം ആചരതി ചൈവ സഹ ആചാര്യ ഇതി സ്മൃത. ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം ശാസ്ത്രീയമായിട്ട് അറിയാവുന്ന ആള്, ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്ന ആള്, അതുപോലെ തന്നെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന വിധത്തിൽ ഉപദേശിച്ചു കൊടുക്കുന്ന ആൾ ആരാണോ അവനാണ് ആചാര്യൻ. ഇത് സംസ്കാരത്തിന്റെ പ്രത്യേകത. ഭാരതം വിവിധ രാജ്യങ്ങളായിട്ടുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. ശരിയാണ്. ഇന്ന് ഭാരതത്തിൽ ധാരാളം പഞ്ചായത്തുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷനുകളുണ്ട്. ചിലത് LDF, ചിലത് UDF, ചിലത് MDF. അതിന്റെ അർത്ഥം നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യാമെന്നല്ല. ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവാതിരിക്കാം. എങ്കിൽ പോലും ഭാരതം സാംസ്കാരികമായിട്ട് ഒന്നായിരുന്നു. അതുകൊണ്ടാണ് ഭാരതത്തിന് സൃഷ്ടിക്കാൻ സാധിക്കാത്തത്. സംപൂജ്യനായ ചിദാനന്ദപുരി സ്വാമി ആരാധ്യനായ GS നാരായണന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞൊരു വരി ഞാൻ ഓർക്കാം. ഒരു അലക്സാണ്ടറും പറഞ്ഞില്ല ഞാൻ മഗധ കീഴടക്കാൻ പോവാണെന്ന്. ഒരു വിദേശി ഗസനിയും ഗോറിയും പറഞ്ഞില്ല ഞാൻ അഹമ്മദാബാദ് കീഴടക്കാൻ പോവാണെന്ന്. എല്ലാവരും പറഞ്ഞത് ഞാൻ ഭാരതത്തെ കീഴടക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഭാരതം എന്ന സങ്കല്പം അന്നേമുണ്ട്. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദുസരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവനിർമ്മിതമായ രാഷ്ട്രത്തെ
ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു. ആ സിന്ധു സിന്ധുപര്യന്തം യസ്യ ഭാരതഭൂമിക മാതൃഭൂ പിതൃഭൂശ്ചൈവ സവൈ ഹിന്ദുരീതി സ്മൃത. സപ്തസിന്ധുക്കൾ മുതൽക്ക് ഇന്ത്യൻ ഓഷ്യൻ വരെയുള്ള ഈ ഭൂവിഭാഗത്തെ മാതൃഭൂമിയായിട്ടും പിതൃഭൂമിയായിട്ടും പുണ്യഭൂമിയായിട്ടും മദർലാൻഡ്, ഫാദർലാൻഡ് ആൻഡ് ഹോളി ലാൻഡ് ആയിട്ട് ആരെല്ലാമാണോ കണക്കാക്കുന്നത് അവനെയാണ് ഹിന്ദു എന്ന് പറയുന്നത്.